أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 173ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു റമദാൻ കൂടി നമുക്ക് കിട്ടി. റമദാനിൽ എല്ലാ ദിവസവും ഖുർആനിൻ്റെ തദ്രീബ് ക്ലാസ്സും അൽഹംദുലില്ലാഹ് ലഭിച്ചു. റമദാൻ ഈ വർഷത്തേത് വിട പറഞ്ഞു. ഒരുപാട് റമദാനുകളെ ജീവിതത്തിൽ ഇനിയും നമുക്ക് സ്വീകരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതലടുത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടാനും നമുക്കെല്ലാവർക്കും ഭാഗ്യം ഇനിയും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, 173ാമത്തെ ക്ലാസ്സിൽ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ തജ്വീദിൻ്റെ നിയമവുമായി ബന്ധപ്പെട്ട, അതായത് തഫ്ഖീമുർ റാഇ വത്തർഖീഖ്, റാഇൻ്റെ തഫ്ഖീമും റാഇൻ്റെ തർഖീഖും, അത് ഉദാഹരണ സഹിതം വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലെ തഫ്ഖീമുർ റാഇൻ്റെ ഒരു ഉദാഹരണവും ഹുക്മും ഇനി ബാക്കിയുണ്ട്. അതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അറബിയിൽ റാ എന്ന് പറയുന്ന ഹർഫ്, ആ ഹർഫ് മലയാളത്തിലെ റാ എന്ന് പറയുന്ന ഹർഫല്ല എന്ന്. അറബിയിൽ റാ എന്ന ഹർഫിനുള്ള രി എന്ന ശബ്ദം നമ്മളൊക്കെ മനസ്സിലാക്കി. മലയാളത്തിലെ രി എന്ന പൊരി പോലെയുള്ള രി അല്ല, ഒന്നുകൂടെ ലൈറ്റാണ്, സോഫ്റ്റാണ് എന്ന്. അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് പറയാൻ ബാക്കിയുള്ളത് ഒരെണ്ണം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം. അതെന്താ അങ്ങനെ? ഒരെണ്ണം എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം പറയാം. കിതാബുകളിലൊക്കെ 5ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ അല്ലെങ്കിൽ ഒരൈറ്റമായി പറയുന്നു. അത് 2 തരത്തിലാണ് വരിക. നമുക്ക് സ്ക്രീനിലേക്ക് നോക്കാം. ഈ ഉദാഹരണം ഇർജിഇ, അല്ലേ? നോക്കി, ഇർജിഇ. ഇത് നമുക്കൊക്കെ അറിയാം. സൂറത്തുൽ ഫജ്ർ അവസാനം ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യഹ് ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലേ? ഇവിടെ ഇർജിഇ എന്ന വേർഡ്, പദം, കലിമത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ ഒരു സാക്കിനായ റാ ഉണ്ട്, അല്ലേ? സാക്കിനായ റാ ഉണ്ട്. സാക്കിനായ റാ എന്ന് പറയുമ്പോൾ
സാക്കിനായ റോ എന്ന് പറയുമ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ തഫ്ഖീമും തർഖീഖും കുറേ ആയി തിരിച്ചത്. ശ്രദ്ധിക്കണേ, അതായത് റോന് ഫത്ഹ് വന്നാൽ അല്ലെങ്കിൽ ലൊമ്മ് വന്നാൽ തഫ്ഖീമാണ്, സംശയമല്ല. കസ്റ് വന്നാൽ തർഖീഖുമാണ് റോന്, അതും സംശയമില്ല. ഫത്ഹും കസ്റും ലൊമ്മും തീരുമാനമായി. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് ആകെ 3 ഹർക്കത്തുകളാണുള്ളത്, ഫത്ഹും കസ്റും ലൊമ്മും. ഈ 3ൻ്റെ കാര്യത്തിലും തീരുമാനമായി. ഫത്ഹോ ലൊമ്മ വന്നാൽ തഫ്ഖീമും കസ്റ് വന്നാൽ തർഖീഖും. ഇനി 3 കഴിച്ച് ഈ 3 ഹർക്കത്തുകളും ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് സുക്കൂൻ എന്ന് പറയുക. ഈ സുക്കൂനാകുമ്പോഴാണ് ഈ പറഞ്ഞ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഉദാഹരണത്തിൽ റോയിന് സുക്കൂൻ വന്നില്ലേ, കാണുന്നില്ലേ? ഈ റോയിന് മുമ്പുള്ള കെസർ ഇതെങ്ങനെ ഓതുക? ഇർജിഇ എന്നത്, ഇർജിഇ റോയിന് മുമ്പ് കെസറാണ്. ആ കെസർ ശരിക്കും പറഞ്ഞാൽ അസ്ലിയായ കെസർ അല്ല. അതായത് നോക്കണേ ഇങ്ങോട്ട് നോക്കണേ, ഫിറഔൻ എന്നോ ഷിർബിൻ എന്നോ അല്ലെങ്കിൽ ഫിർദൗസ് എന്നതിലൊക്കെയുള്ള സുക്കൂനുള്ള റാക്ക് മുമ്പുള്ള കെസറുണ്ടല്ലോ, അതേപോലത്തെ കെസർ അല്ല ഇർജിഇ എന്നതിലുള്ള കെസർ. ഞാനൊന്നും കൂടി ലളിതമായി സിമ്പിളാക്കി പറയാട്ടോ, ശ്രദ്ധിക്കണേ. ഈ അറബി ഭാഷയിലെ നോക്കി ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. അറബി ഭാഷയിൽ സുക്കൂൻ കൊണ്ട് ഒരു വേർഡ് തുടങ്ങാൻ പറ്റില്ല. സുക്കൂൻ കൊണ്ട് ഒരു പദം വായന തുടങ്ങാൻ പറ്റില്ല. ഹറക്കത്തിൽ വഖഫ് ചെയ്യാനും പറ്റില്ല. ശ്രദ്ധിക്കണം. മലയാളത്തിൽ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാവും. നോക്കി, കൃഷി എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഫസ്റ്റ് അക്ഷരമാകുന്ന കാഫിന് സുക്കൂനാണ് അല്ലേ? ക്ര അല്ല. ക്രഷർ എന്ന് പറയുന്ന ക്ര അല്ല. ക്രുദ്ധൻ എന്ന് പറയുന്ന ലൊമ്മു അല്ല. പിന്നെയോ കൃഷി എന്ന് പറയുമ്പോൾ കൃ അല്ലേ? അങ്ങനെ പറയുമ്പോൾ കാഫിന് സുക്കൂനാണ്. സുക്കൂൻ കൊണ്ട് ഒരു വേർഡ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു വായന തുടങ്ങാം. മലയാളത്തിൽ കുഴപ്പമില്ല. വൃക്ഷം അല്ലേ? വൃക്ഷം, ഒരുപാട് ധൃതി, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇനി അവിടെ തന്നെ നോക്കിയേ, സുക്കൂൻ കൊണ്ട് തുടങ്ങി ഹറക്കത്തിൽ അവസാനിക്കുകയും ചെയ്തു. മനസ്സിലായോ? സുക്കൂൻ കൊണ്ട് തുടങ്ങി നമ്മൾ മലയാള വേർഡ് ഇങ്ങനെ അറബിയിൽ തുടങ്ങാൻ പറ്റില്ല. അപ്പം എന്താ ചെയ്യുക? അങ്ങനെ തുടങ്ങേണ്ട സാഹചര്യം വന്നാൽ, അങ്ങനെ സാഹചര്യം വരുമ്പോൾ ആ സുക്കൂനുള്ള അക്ഷരത്തിൻ്റെ മുമ്പിൽ തുടക്കത്തിലായിട്ട് ഒരു ഹംസയെ കൊണ്ടുവരും. വസ്ൽ ഹംസ എന്നാണ് അതിന് പേര്. വസ്ൽ ഹംസ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണേ. സുക്കൂൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ, വായന സ്റ്റാർട്ട് ചെയ്യാൻ, തുടങ്ങാൻ പ്രയാസമായതുകൊണ്ട് അതിൻ്റെ ഉച്ചാരണത്തിന് സുഖം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഉച്ചാരണം സാധ്യമാവാൻ വേണ്ടി കൊണ്ടുവരുന്ന അക്ഷരമാണ് വസ്ൽ ഹംസ. നമ്മുടെ മുസ്ഹഫിൽ നമ്മൾ ധാരാളം വസ്ൽ ഹംസകളെ കണ്ടിട്ടുണ്ട്. അലിഫിന് മുകളിൽ ആ മുറിഞ്ഞ സാദ് അല്ലേ, സാദിൻ്റെ ഒരു പീസ് കൊടുത്ത അതാണ് വസ്ൽ ഹംസ എന്നറിയിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാറുള്ളത്. അത് നമുക്കറിയാം. പറഞ്ഞു വന്നത് റജ എന്ന് പറയുന്ന വേർഡ്, റജ മടങ്ങി. ഒരു ഉദാഹരണം പറയണേ, മടങ്ങി. റോ ജീം ഐൻ, ഈ 3 അക്ഷരങ്ങളാണ് അതിലെ അടിസ്ഥാന അക്ഷരങ്ങൾ റജയിലെ. അതിനെ കൽപ്പനക്രിയ ആക്കാൻ വേണ്ടി, അമ്രുഫീലാക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് അതിനെ മുദാരി അഥവാ ഭാവികാലമാക്കുകയാണ്. റജ എന്നതിനെ യർജിഉ എന്നാക്കണം. യർജിഉ. അങ്ങനെ മാദിയായ ഫിഅലിനെ മുദാരി ആക്കിയിട്ട് റജ എന്നതിനെ യർജിഉ എന്നാക്കിയിട്ട് അതിൽ നിന്നാണ് കൽപ്പനക്രിയ എന്ന അമ്രു ഫിഅലിനെ എടുക്കുന്നത്. എന്ത് ചെയ്യണം? യർജിഉ എന്ന യാഇനെ കട്ട് ചെയ്യണം, യാഇനെ ഒഴിവാക്കണം. അപ്പം എന്തായി?
റുജിഉ എന്നായി. യാഇനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നോക്കിയേ യർജിഉ. നോക്കിയേ ഇപ്പം എന്തായി? യാഇനെ ഒഴിവാക്കി കഴിഞ്ഞാൽ യർജിഉ. നോക്കണേ, യർജിഉ. സ്ക്രീനിൽ തന്നെ ശ്രദ്ധിക്കണം. അതിൽ ആ യാഇനെ അങ്ങ് ഒഴിവാക്കി കളഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഉണ്ടാവുക റുജിഉ എന്ന്. റുജിഉ അറബിയിൽ അങ്ങനെ സുക്കൂൻ കൊണ്ടൊരു വേർഡ് വായന തുടങ്ങാൻ പറ്റാത്തത് കൊണ്ട് ആ റാഇൻ്റെ മുമ്പിൽ ഒരു അലിഫിനെ കൊണ്ടുവരണം എന്നതാണ് നിയമം, ഭാഷാ നിയമം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു അലിഫും കണ്ടു നമ്മൾ, റുജിഉ എന്നും കണ്ടു. ഇനി ഈ അലിഫിനൊരു ഹറക്കത്ത് കൊടുക്കണം അല്ലേ? ഈ അലിഫിനൊരു ഹറക്കത്ത് കൊടുക്കണം. ഏത് ഹറക്കത്താണ് കൊടുക്കുക? ആയാണോ, ഈ ആണോ, ഉയാണോ? അത് ഇതിൻ്റെ അവസാനത്തതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ഏതാന്ന് നോക്കണം. അവസാനത്തത് ഐനാണ്, അതിൻ്റെ തൊട്ട് മുമ്പുള്ളത് ജീമാണ്. ജീമിൻ്റെ ഹർക്കത്ത് കെസ്റായത് കൊണ്ട് ഈ കൊണ്ടുവന്ന അലിഫിന് കെസ്ർ കൊടുക്കണം. കെസ്ർ കൊടുക്കണം, മനസ്സിലാക്കണേ. എന്നിട്ട് ഇപ്പം എന്തായി? ഇർജിഉ എന്നായി. അവസാനത്തെ അക്ഷരമാകുന്ന ഐനിൻ്റെ ലൊമ്മ ഒഴിവാക്കിയിട്ട് സുക്കൂനും കൊടുക്കണം. അങ്ങനെയാണ് ഇർജിഉ എന്നായത്. ശരിക്കും ശ്രദ്ധിക്കണം, ഇർജിഉ എന്നായത്. റജഅ ആയിരുന്നു ഫസ്റ്റ്, പിന്നെ അത് യർജിഉ എന്ന ഭാവികാലമായി, ഭൂതകാലത്തെ ഭാവികാലമാക്കാൻ വേണ്ടി യാ കൊടുത്തു, യർജിഉ എന്നാക്കി. റജഅ എന്നതിനെ യർജിഉ എന്നാക്കി. പിന്നെ അതിനെ അമ്രുഫയിലാക്കാൻ വേണ്ടിയിട്ട് യാഇനെ കളഞ്ഞ് അലിഫിനെ കൊണ്ടുവന്നു. എന്നിട്ട് ആ അലിഫിന് കൊടുക്കുന്ന ഹറക്കത്ത് ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവസാനത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റായതുകൊണ്ട് കെസ്റ് കൊടുത്തു. നോക്കിയേ, ഫത്ഹാണെങ്കിലും കെസ്റ കൊടുക്കുക, ദമ്മാണെങ്കിൽ ദമ്മ് കൊടുക്കും. ഇപ്പം വേറെ നിങ്ങൾ എങ്ങോട്ടും ചിന്തിക്കണ്ട, ഇപ്പം ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മനസ്സിലായല്ലോ? മനസ്സിലായി. അങ്ങനെ ഇർജിഉ എന്ന് ആയി, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനും കൊടുത്തപ്പോൾ. അപ്പോൾ റജഅ എന്ന മാദിയായ ഫീലിൻ്റെ അമ്ര ഫീലാണ് ഇർജിഉ എന്നത്. ഇപ്പോൾ നോക്കി നിങ്ങൾ, റജഅ എന്ന മൂന്നക്ഷരം അടിസ്ഥാനാക്ഷരമായിട്ടുള്ള ആ പദത്തിൽ ഈ വിരുന്നു വന്നതാണ് അല്ലേ? അതെ. ചില സന്ദർഭങ്ങളിൽ വിരുന്ന് വന്നാൽ അവിടെ അങ്ങനെ താമസിക്കും. അങ്ങനെ ഇർജിഉ വന്നാലും, എന്നാലും വന്നത് വിരുന്നുകാരൻ തന്നെയാണ്. അവിടെ അങ്ങനെ കുറേ കാലം കാലാകാലം താമസിച്ചാലും വന്ന ആളുകളുടെ പേരെന്ത് തന്നെയാണ്? വന്നുകൂടിയവർ എന്നാ പറയണ്ടല്ലേ? അങ്ങനെ ഉണ്ടാവും. വേറൊരു നാട്ടിൽ നിന്ന് ഈ നാട്ടിലേക്ക് വന്ന് താമസം മാറ്റി, പിന്നെ കുറേ കാലം താമസിച്ചാലും അവർ അവിടെ നിന്ന് വന്ന് താമസിക്കുന്നവർ പേര് കേട്ടില്ലേ നിങ്ങൾ? തമാശ പറഞ്ഞതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ചുരുക്കത്തിൽ ഇർജിഉ എന്നത് എത്ര കാലം ഉപയോഗിച്ച് കഴിഞ്ഞാലും, നൂറ്റാണ്ടുകൾ പഴക്കം ചെന്നാലും ഫസ്റ്റ് അക്ഷരം വന്നുകൂടിയതാണ്. ഫസ്റ്റ് അക്ഷരത്തിൻ്റെ ഹർക്കത്തിനല്ല കെസ്ർ എന്ന് പറഞ്ഞത്, അതും അങ്ങനെ തന്നെയാണ് അല്ലേ? അക്ഷരം തന്നെ വിരുന്ന് വന്നതാണെങ്കിൽ പിന്നെ അതിൻ്റെ ഹർക്കത്തിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇത്ര വിശദമായി പറയാനുള്ള കാരണം, നമ്മളിതൊരു സിമ്പിളാക്കിയിട്ട് ഇങ്ങനെ പറയാം, സുക്കൂനുള്ള റാക്ക് മുമ്പുള്ള കെസ്ർ ആരിദാവുക. എന്താ ഈ ആരിദാവുക എന്ന് പറഞ്ഞത് വിശദീകരിക്കാൻ ഇത്ര സമയം വേണം ചുരുങ്ങിയത്. അറബി ഗ്രാമറൊക്കെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ഇത്രയൊന്നും ആവശ്യമില്ല. അവർക്കിതൊക്കെ കുറച്ച് അറബിയൊക്കെ തിരിഞ്ഞ ആളുകളാണെങ്കിൽ ഈ വിശദീകരണം കേൾക്കുമ്പോൾ അവർക്കൊരു ബോറടി ഉണ്ടാവും അല്ലേ? പക്ഷേ ഞാനിത് വളരെ സാധാരണക്കാരായ ആളുകളിലേക്കാണ് ഇപ്പോൾ സംസാരിച്ചത്. അറബി ഗ്രാമറോ നഹ്വോ സർഫോ ഒന്നും അങ്ങനെ പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ അറിയുന്ന ആളുകൾ 2 മിനിറ്റ് ക്ഷമിക്കുക അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ എന്തായി ശ്രദ്ധിക്കണേ, റജഅ എന്നത് ഇർജിഉ ആയി. ഇനി നിങ്ങൾ മനസ്സിലാക്കി നോക്കിയേ, ചെറിയ കുട്ടികളൊന്നും ആകുമ്പോൾ അവർക്കിത് ഉൾക്കൊള്ളാൻ നല്ല പ്രയാസം ഉണ്ടാവും. ശ്രദ്ധിക്കണേ, റാഇന് മുമ്പുള്ള കസ്ർ ആരിദ് ആവുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നേരെ മറിച്ച് ഫിർഔൻ എന്നതോ ഷിർബിൻ എന്ന് പറഞ്ഞതോ ഒന്നും ഇങ്ങനെയല്ല. അത് അടിസ്ഥാനാക്ഷരങ്ങളിൽ പെട്ടത് തന്നെയാണ്. അതിൽ തന്നെ വിരുന്നു വന്നതോ വന്നുകൂടിയതോ ഒന്നുമല്ല. ആ ഫി എന്നതിൻ്റെ കസ്റോ ഫായോ അത് സെയിം അതിൽ തന്നെ ഉള്ളതാണ് എന്നതുപോലെയല്ല ഇർജിഉ. മനസ്സിലായല്ലോ? ആയല്ലോ? ലോ മനസ്സിലായി. ഓക്കെ. അപ്പോൾ ആകത്തുക സുക്കൂനുള്ള റാക്ക് മുമ്പുള്ള കസ്ർ ആരിദ് ആവുക, ന്യൂ ആവുക. മനസ്സിലായല്ലോ? അപ്പോൾ ആ റാഇനെ തഫ്ഖീമായി ഇർജിഇ ഇലാ റബ്ബിക് എന്ന ഓതുക, അല്ലാതെ ഇർജിഇ എന്നല്ല ഓതുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ,
ഇനി നിങ്ങൾ ഈ ഉദാഹരണം നോക്കി. അല്ലദി ഇർതദാ, നോക്കി സ്ക്രീനിൽ തന്നെ നോക്കണം. അല്ലദി ഇർതദാ, അല്ലദി ഇർതദാ, കണ്ടല്ലോ? അല്ലദി ഇർതദാ. ഇവിടെ സുക്കൂനുള്ള റാ ഇല്ലേ? നോക്കണേ, സുക്കൂനുള്ള റാ ഉണ്ട്. എല്ലാവരും ഉറക്കൊന്ന് വായിച്ച്. അല്ലദി ഇർതദാ. ഓക്കെ, മാഷാ അല്ലാഹ്. ഈ സുക്കൂനുള്ള റാക്ക് മുമ്പുള്ള കെസ്ർ എവിടെയാ? ഏതക്ഷരത്തിനാ? എന്ത് വായിക്കുമ്പോൾ? അല്ലദി ഇർതദാ എന്ന് വായിക്കുമ്പോട്ടാ, ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. സുക്കൂനുള്ള റാക്ക് മുമ്പുള്ള കെസ്ർ എവിടെയാണ്? ഇവിടെ ഉണ്ട്. എവിടെയുണ്ട്? ഏതക്ഷരത്തിനാണല്ലേ? പറയ്. ദാലിന്. അതെ, ദാലിനാണ് കെസ്ർ അല്ലേ? അല്ലദി ഇർതദാ എന്ന് വായിക്കുമ്പോൾ സുക്കൂനുള്ള റാക്ക് മുമ്പുള്ള കെസ്ർ എന്ന് പറയുന്നത് ദാലിൻ്റെ കെസ്റാണ്. അല്ലദീ ഇർതദാ എന്നല്ലല്ലോ നമ്മൾ ഓതുന്നത്. അങ്ങനെ ഓതാൻ പറ്റില്ലല്ലോ. കാരണം ഇർതദയിലുള്ള ഹംസയും വസ്ൽ ഹംസയാണ്. അത് വേറെ ചർച്ച, അതുകൊണ്ട് ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ അല്ലദി ഇർതദാ എന്ന് വായിക്കുമ്പോഴുള്ള പ്രശ്നമാണ് പറയുന്നത്. പ്രശ്നമല്ല, വിഷയമാണ് പറയുന്നത്. സുക്കൂനുള്ള റാക്ക് മുമ്പുള്ള കെസ്ർ ഏതക്ഷരത്തിൻ്റെതാണ്? ദാലിൻ്റെതാണ് കെസ്ർ അല്ലേ? നമ്മളെന്താ പറഞ്ഞേ? നോക്കി. സുക്കൂനുള്ള റാക്ക് മുമ്പുള്ള കെസ്ർ ഫിർഔൻ, തർക്കീഖല്ലേ? ഫിർഔൻ തർക്കീഖാണ്. അതേപോലെ സുക്കൂനുള്ള റാക്ക് മുമ്പുള്ള ഇവിടെ കെസ്ർ വന്നിട്ടുണ്ട്. അല്ലദി ഇർതദാ കെസ്ർ വന്നിട്ടുണ്ട്. പക്ഷേ ഫിർഔൻ എന്ന സുക്കൂനുള്ള റാക്ക് മുമ്പുള്ള കെസ്റും അല്ലദി ഇർതദാ എന്ന റാക്ക് മുമ്പുള്ള കെസ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? ഫിർഔൻ എന്ന് പറയുന്നത് ഒരു വേർഡാണ്. അല്ലദി ഇർതദാ എന്ന് പറഞ്ഞത് രണ്ട് വേർഡാണ്. സുക്കൂനുള്ള റാ ഉള്ള പദത്തിലല്ല ഇപ്പോൾ കെസ്ർ ഉള്ളത്. അല്ലദി എന്ന് പറയുന്ന പദത്തിലാണ്. അല്ലദി ഒന്ന് വേറെ, ഇർതദാ ഒന്ന് വേറെ. മനസ്സിലായോ? ഒന്നുകൂടെ പറയണമെന്നാ? പറയാം. നോക്കി. ഫിർഔൻ എന്ന് പറഞ്ഞപ്പോഴേ ഇങ്ങോട്ട് തന്നെ നോക്കണം. നിങ്ങൾ തന്നെ ഇങ്ങോട്ട് നോക്കി. സുക്കൂനുള്ള ഫിർഔൻ നോക്കി. ഫിർഔൻ എന്ന് പറഞ്ഞപ്പോൾ സുക്കൂനുള്ള റാവും അതിന് മുമ്പുള്ള കെസ്റും ഒക്കെ ഒരു പദത്തിലാണ് അല്ലേ? ഇർബഹ്, ഷിർബിൻ, ഫിർദൗസ്, മിർയഹ്, അതൊക്കെ ഒറ്റ പദത്തിലാണ് വന്നിട്ടുള്ളത്. മറിച്ച് അല്ലദി ഇർതദാ എന്ന് പറയുന്നതിൽ സുക്കൂനുള്ള റാ ഉള്ള പദത്തിലല്ല കെസ്റുള്ളത്. അത് തൊട്ട് മുമ്പുള്ള പദത്തിലാണ്. അതേതാണ്? അല്ലദി ആണ്, ദാലിനാണ്. ഇങ്ങനെ വന്നാലും ലും നോക്കി. വന്നാലും എന്ത് വരും? റാഇന് തഫ്ഖീം കൊടുക്കണം. അല്ലദി ഇർതദാ അങ്ങനെ തന്നെ ഓതണം. അല്ലാതെ അല്ലദി ഇർതദാ നോ. അല്ലദി ഇർതദാ. വേറെ ഉദാഹരണം നോക്കി. റബ്ബി ഇർജിഊൻ റബ്ബി ഇർജിഊൻ. ഓക്കെ, ഇർജിഊൻ സ്വന്തം വായിക്കുമ്പോൾ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം. ഓക്കെ, ചേർത്തി വായിക്കുമ്പോഴോ സുക്കൂനുള്ള റാ ഉള്ള പദത്തിലല്ല കെസ്റുള്ളത്. അത് റബ്ബി എന്ന സെപ്പറേറ്റ് പദം, ഇർജിഊൻ വേറെ ഒന്നാണ്. മുൻഫസിലായി എന്നർത്ഥം. സുക്കൂനുള്ള റാവും കെസ്റും മുൻഫസിലായി രണ്ട് പദങ്ങളിൽ വന്നു. സുക്കൂനുള്ള റാക്ക് മുമ്പുള്ള കെസ്റ് തൊട്ട് മുമ്പുള്ള പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിൽ, വായനയിൽ വരുന്ന അക്ഷരത്തിൽ വന്നു. അല്ലദി ഇർതദാ. പിന്നെയോ റബ്ബി ഇർജിഊൻ. ഇനി ഇത് രണ്ടിനും കൂടെ പറ്റിയൊരു ഉദാഹരണം കാണിച്ചു തരാം. ഏത് രണ്ടിനും കൂടെ? സുക്കൂനുള്ള റാക്ക് മുമ്പുള്ള കെസ്ർ ആരിലും മുൻഫസിലുമാണ്. അങ്ങനത്തെ ഉദാഹരണം കാണാം. നോക്കിയേ. അമിർതബു ഉണ്ടോ? അമിർതബു എന്ന പദം ശരിക്കും നോക്കുക. അമിർതബു അവിടെ ശരിക്കും പറഞ്ഞാൽ ഇർതാബു എന്നാണ് ഉള്ളത്. ഇങ്ങോട്ടെ ഇർതാബു എന്നാണ് ഉള്ളത്. പക്ഷെ ഇർതാബു എന്ന് വായിക്കാൻ പറ്റില്ല. ഇർതാബുവിലേത് ഹംസത്തുൽ വസ്ലാണ്. അപ്പം എന്ത് വരണം? അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ
ഈ സുക്കൂനിനെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിൻ്റെ സുക്കൂനിനെ കെസറാക്കി വായിക്കണം എന്നാണ് ഗ്രാമർ അറബി ഭാഷാ നിയമം. അങ്ങനെയാണ് അം ഇർതാബു എന്നുള്ളത് അമിർതാബു ആയത്. അമിർതാബു ആകുമ്പോൾ റായിന് മുമ്പുള്ള കെസർ ആരിദും ആണ്, അതായത് മീമിന് അമി ആയി, അം എന്നുള്ളത് പോയിട്ട് അമി ആയി, മുൻഫസിലും ആണ്, രണ്ട് കലിമത്തിലുമാണ്. നല്ല തമാശ അല്ലേ? മനസ്സിലായല്ലോ എല്ലാവർക്കും? ഈ ഭാഗം നിങ്ങളെല്ലാവരും ഒന്നുകൂടെ കേൾക്കണം. മനസ്സിലായോ? ഈ ഭാഗം ഒന്നുകൂടെ കേൾക്കണം. സുക്കൂനുള്ള റാക്ക് മുമ്പുള്ള കെസർ ആരിദാവുക ഇർജിഇ, മുൻഫസിലാവുക റബ്ബിർജിഊൻ, റബ്ബിർജിഊൻ അല്ലദി ഇർതദാ, അമിർതാബു, രണ്ടിനും കൂടെ. മനസ്സിലായല്ലോ? യെസ്. ഇപ്പോൾ ഇങ്ങനെ 5 രൂപങ്ങളിൽ റാ തഫ്ഖീമായി വരും. അവസാനം പറഞ്ഞത് 2 എണ്ണമായിട്ട് തോന്നുന്നുണ്ടല്ലേ? അത് ഒന്നായിട്ട് എണ്ണുകയാണെങ്കിൽ ഒന്നാക്കാം, നമുക്ക് 2 എണ്ണമായിട്ട് എണ്ണണോ? ആരിദാവുക, സുക്കൂണ റാക്ക് മുമ്പുള്ള കസ്ർ ആരിദാവുക എന്നത് ഒന്നും, മുൻഫസിലാവുക എന്നത് വേറെ ഒന്നുമായിട്ട് എണ്ണണമെങ്കിൽ എണ്ണാം, നമ്മളിഷ്ടമാണ്. വലിയ വലിയ കിതാബുകളിലൊക്കെ അങ്ങനെ 2ഉം 2ആയിട്ട് തന്നെ എണ്ണിയിട്ടുണ്ട്, നമ്മൾ എണ്ണം ചുരുക്കാൻ വേണ്ടിയിട്ടേ അല്ലേ? അങ്ങനെ. ഇപ്പം ഇനി എല്ലാവരും നോക്കി, ഇങ്ങോട്ട് നോക്കൂ. ഇത് തീരുമാനാവാൻ പോവാണ്. റാഇൻ്റെ തഫ്ഖീമും തർഖീഖും. റാഇൻ്റെ തഫ്ഖീം 5 എണ്ണം നമ്മൾ പറഞ്ഞു. 1 നോക്കി, റബ്ബന റുസിഖ്ന, റബ്ബന റുസിഖ്ന എന്നതിലുള്ളതുപോലെ റാഇൻ്റെ ഹർക്കത്ത് ഫത്ഹോ ദമ്മോ ആവുക. 1. എല്ലാവരും ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ പിടിക്കേ. എണ്ണി നമുക്കത് തീരുമാനാക്കണം. ഇങ്ങോട്ട് 1. എന്താണ് 1? റബ്ബന റുസിഖ്ന പോലെ. ഇനി റബ്ബന ഒന്നായിട്ട് റാഇൻ്റെ ഹർക്കത്ത് ഫത്ഹാവുക 1, റാഇൻ്റെ ഹർക്കത്ത് ദമ്മാവുക റുസിഖ്ന 2. അങ്ങനെ എണ്ണണോ? നമ്മൾ എണ്ണം ചുരുക്കാന്നേ. റബ്ബന റുസിഖ്ന പോലെ റാഇൻ്റെ ഹർക്കത്ത് ഫത്ഹോ ദമ്മോ ആവുക. യെസ്. 1. രണ്ടാമത്തേത് നോക്കിയേ, ഖറിയ ഖുർആൻ പോലെ സുക്കൂനുള്ള റാക്ക് മുമ്പ് ഫത്ഹോ ദമ്മ വരിക. ഇത് 2 രണ്ടാക്കണമെങ്കിൽ 2 അങ്ങനെയാകുമ്പോൾ തഫ്ഖീമുർ റാ കുറേ എണ്ണം കിട്ടും അല്ലേ? സംഭവമൊക്കെ ഒന്ന് തന്നെ, എണ്ണം കൂടും. വേണ്ട, നമുക്ക് ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ആക്കാം. നോക്കൂ. ഖറിയ ഖുർആൻ, ഇതിലുള്ളതുപോലെ റാ സുക്കൂനാവുകയും മുമ്പ് ഫത്ഹോ ദമ്മ ആവുകയും ചെയ്യുക. 2. വിരൽ മടക്കിയോ? അല്ലല്ല, നിങ്ങൾ മടക്കിയിട്ടില്ല. 2 എണ്ണമായി. ഇയാൾ ഒന്നുമ്പോൾ തന്നെ നിൽക്കുകയാണ് ഇല്ലേ? 2 എണ്ണമായി. 1 റബ്ബന റുസിഖ്ന, മറ്റൊന്ന് ഖറിയ ഖുർആൻ. 2. പിടിച്ചോളി. മൂന്നാമത്തേത് നോക്കി. മൂന്നാമത്തേത് എന്താണ്? മിർസാദ് ഖിർത്താസ് പോലെ സുക്കൂനുള്ള റാക്ക് മുമ്പ് കെസറായിട്ട് പോലും ശേഷം ഫത്ഹുള്ള ഇസ്തിഅലാഇന്റെ ഹർഫ് വരുക. ഓക്കെ, മിർസാദ് ഖിർത്താസ് ഇർസാദ് ഫിർഖഹ്, ഇങ്ങനെ 4 കലിമത്തുകളെ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? എങ്ങനെ? സുക്കൂനുള്ള റാക്ക് മുമ്പ് കെസറായിട്ട് ശേഷം ഫത്ഹുള്ള ഇസ്തിഅലാഇന്റെ ഹർഫ് വന്നത് 4 എണ്ണം. കെസറുള്ളതൊന്ന് വന്നിട്ടുണ്ട്, ഫിർഖൈൻ എന്നതാണ്. അവിടെ 2ഉം പറ്റും. ഫിർഖൈൻ എന്നാണ് നല്ലത് എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 3 എണ്ണമായി. 1 റബ്ബന റുസിഖ്ന, മറ്റൊന്ന് ഖറിയ ഖുർആൻ, മറ്റൊന്ന് മിർസാദ് ഖിർത്താസ്. 4-മത്തേത് ഫജ്ർ ഖുസ്ർ പോലെ സുക്കൂനുള്ള റാക്ക് മുമ്പ് സുക്കൂനുള്ള യാ അല്ലാത്ത അക്ഷരം വരികയും അതിൻ്റെയും മുമ്പ് ഫത്ഹോ ദമ്മ ആവുകയും ചെയ്യാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്, ഒന്നുകൂടെ ലാസ്റ്റ് ആയതുകൊണ്ട് പറഞ്ഞു പോകണേ. സുക്കൂനുള്ള റാക്ക് മുമ്പ് നോക്കി, സുക്കൂനുള്ള റാക്ക് മുമ്പ് സുക്കൂനുള്ള യാ അല്ലാത്ത അക്ഷരം വരികയും അതിൻ്റെയും മുമ്പ് ഫത്ഹോ ദമ്മ ആവുകയും ചെയ്യുക അല്ലേ? ഫജ്ർ ഖുസ്ർ തഫ്ഖീമാക്കണം. 5-മത്തേത് അതാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്, ഇർജിഇ അല്ലദി ഇർതദാ പോലെ
സുക്കൂനുള്ള റാക്ക് മുമ്പുള്ള കസ്ർ ആരിദോ മുൻഫസിലോ ആവുക. ആരിദോ മുൻഫസിലോ ആവുക. ഇങ്ങനെ 5 സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കും? റാഇന് തഫ്ഖീം വരും. തർക്കീഖ് നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. എന്ത്? റിജാൽ, റിബ പോലെ റാഇൻ്റെ ഹർക്കത്ത് കസ്റാവുക അല്ലേ? ഫിർഔൻ, മിർയഹ് പോലെ സുക്കൂനുള്ള റാക്ക് മുമ്പ് കസ്റാവുക. ഖബീർ, ബസീർ പോലെ സുക്കൂനുള്ള റാക്ക് മുമ്പ് സുക്കൂനുള്ള യാ ആവുക. ദിക്ർ, സിഹ്ർ, ബിക്ർ പോലെ സുക്കൂനുള്ള റാക്ക് മുമ്പ് യാ അല്ലാത്ത സുക്കൂൺ ലക്ഷണാവുകയും അതിൻ്റെ മുമ്പ് കസ്റാവുക. ഇങ്ങനെ 4 നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പറഞ്ഞു 4 എണ്ണം തർക്കീഖ്, 5 എണ്ണം തഫ്ഖീം. തഫ്ഖീമിൻ്റെത് ഇങ്ങനെ. ഓക്കെ. ഇനി ഒരു വേർഡും കൂടെ ഉണ്ട് നമ്മുടെ ഖിറാഅത്തിൽ, അതും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോവാം. നോക്കിയേ, ആയില്ല ഈ ക്ലാസ് ഒന്നുകൂടെ കേൾക്കണം എല്ലാവരും കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളേ. ആര്യദ്വാവലൊക്കെ ഒരു 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 സംഭവമാണ്. വേറെ നോക്കിയേ, ഒരു പദം കൂടെ നമ്മുടെ ഖിറാഅത്തിൽ തർഖീഖായ റാഇനെ വായിക്കേണ്ടതുണ്ട്. അത് ഇതാണ്: وقال اركبوا فيها بسم الله مجريها ومرساها بسم الله مجريها ومرساها. നമ്മൾ പറഞ്ഞു പോകുന്നതാണ് അത് ഇല്ലേ? മജ്രേഹ രേ, മജ്രേഹ, മജ്റാഹ പറ്റൂല, മജ്റേഹ പറ്റൂല, മജ്റീഹ അല്ല. എല്ലാത്തിൻ്റെയും ഇങ്ങനെ മജ്രേഹ സ്ലോപ്പിൽ, മജ്രേഹ ചെരിഞ്ഞിട്ട്. ഇതിനാണ് ഇമാലത്ത് എന്ന് പറയാം. നമ്മുടെ ഖിറാഅത്തിൽ ശ്രദ്ധിക്കണം, നമ്മുടെ ഖിറാഅത്തിൽ റാഇനെ ഇമാലത്ത് ചെയ്ത് ഇങ്ങനെ വായിക്കേണ്ടത് ഇവിടെ മാത്രമേ ഉള്ളൂ. ബിസ്മില്ലാഹി മജ്രേഹ വമുർസാഹ മജ്രേഹ. വേറെ ഖിറാഅത്തിലൊക്കെ ഒരുപാടുണ്ട്. എന്നാ പറയാ റഅക്ക് പകരം, അത് വേറെ ചർച്ച. ഇങ്ങനെ റാഇൻ്റെ തഫ്ഖീമുകളും കഴിഞ്ഞു. ഇനി ഇതേക്കുറിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, അത്രയും ലളിതമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തഫ്ഖീമുർ റാഇൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടും കൂടി അങ്ങ് പാടിയാൽ ഫിനിഷ്. എന്താ പാട്ട്? എല്ലാവരും ഈ പാട്ട് പഠിക്കണം. ഓക്കേ, റാഇൻ ഫത്ഹു ദമ്മു വന്നാൽ പറയുക റബ്ബ് റുസുലെന്ന്. ഫുർഖാനും ഖറിയ പോലുള്ളതിലും റാ തഫ്ഖീമാവുന്ന്. ഇർസാദും ഖിർതാസും റാഇന തഫ്ഖീമായിട്ടോദേണ്. ഇസ്തിഅലാഇൻ ഹർഫ റാഇൻ പിറകിൽ കാരണമറിയേണ്. ഇർജിഉ റാഇന് മുന്നിൽ വന്നത് ആരിദ് കസ്റാൻ അറിയേണേ. അമിർതാബു മുൻഫസില കസ്റിദിൽ തഫ്ഖീമായിട്ടോദേണേ. ഫജ്റും ഗഫാറും ഖുസ്റും വഖഫിൽ തഫ്ഖീമാൻ അറിയേണേ. റാഇന് മുമ്പ് സുകൂനാണ്, അതിനും മുമ്പ് ഫത്ഹും ദമ്മാണേ. ആയില്ലേ? ആയി. ഇനി നമുക്ക് ഓതാൻ ഉണ്ട്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓതാം. ഈ ക്ലാസ് എല്ലാവരും വേണമെങ്കിൽ 2 വട്ടമൊക്കെ കേൾക്കാം. കേട്ടിട്ട് തഫ്ഖീമുർ റാഇ വ തർഖീഖ് കിളിയായിരിക്കണം. ആവൂലേ? എല്ലാവർക്കും പരീക്ഷയ്ക്ക് നന്നായിട്ട് വരുന്ന ഒരു സൂപ്പർ ഭാഗമാണിത് കേട്ടോ. എല്ലാവരും ശ്രദ്ധ ഉണ്ടായിരിക്കണം. 3ാമത്തെ സെമസ്റ്ററും അത് കഴിഞ്ഞാൽ ഉടനെ 4 നമ്മളെ ഖത്മ് തീരാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സുന്ദരമായി ഖുർആൻ ഓതി ഖത്മ് തീർത്ത് നമുക്ക് ദുആ ചെയ്യണം. വലിയ സാദാത്യങ്ങളുടെ, വലിയ ആലിമീങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പഠിച്ചവനെ, തജ്വീദ് അതനുസരിച്ച് തന്നെ ഖുർആൻ ഓതി ഒരുപാട് ഓതി ഖത്മുകൾ തീർക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. മഹത്തായ ഈ വലിയ തദ്രീബ് വിശുദ്ധ ഖുർആൻ കൂട്ടായ്മയുടെ ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട്
അള്ളാഹുവേ, ഞങ്ങൾ നോറ്റ നോമ്പുകളും റമദാനിൽ ഞങ്ങൾ അനുഷ്ഠിച്ച കർമ്മങ്ങളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് റമദാനുകളെ ഇനിയും സ്വീകരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك